സ്നേഹമുള്ളവരെ, നമ്മൾ കുഞ്ഞുങ്ങളായിരുന്നപ്പോൾ പഠിക്കുന്ന സമയത്ത് പലപ്പോഴും നമ്മുടെ അധ്യാപകരോ നമ്മളോട് ചോദിക്കും, നിങ്ങൾക്ക് ആരൊക്കെ ആകുവാനായിട്ടാണ് ആഗ്രഹം? പലപ്പോഴും നമ്മൾ മറുപടി പറയും, എനിക്ക് ഡോക്ടറാകണം, എനിക്ക് പോലീസാകണം, അല്ലെങ്കിൽ അധ്യാപകനാകണം. അങ്ങനെ പലവിധ ആഗ്രഹങ്ങൾ നമ്മൾ പറയാറുണ്ട്. പക്ഷെ സത്യത്തിൽ നമുക്കറിയാം, കുറച്ച് കഴിയുമ്പോൾ നമ്മുടെ ഈ ആഗ്രഹങ്ങളൊക്കെ നമ്മൾ മറന്നുപോയിട്ടുണ്ടാകും. നമ്മൾ മാത്രമല്ല, അത് പ്രോത്സാഹിപ്പിക്കുവാനായിട്ട് നമ്മുടെ മാതാപിതാക്കൾക്കോ നമ്മുടെ അധ്യാപകർക്കോ പലപ്പോഴും സാധിച്ചിട്ടുമുണ്ടാകില്ല. വളരെ കുറച്ച് പേര് മാത്രമേ ഈ ലക്ഷ്യത്തിൽ എത്തിച്ചേരുന്നുള്ളൂ, അവരുടെ ശൈശവത്തിലെ ലക്ഷ്യത്തിൽ. ഇന്ന് മാതാപിതാക്കൾ പക്ഷേ മറ്റൊരു രീതിയിലാണ് ഇതിനൊക്കെ പ്രതികരിക്കുന്നത്. കുട്ടികൾ അവരുടെ എന്തെങ്കിലുമൊക്കെ പ്രത്യേക താല്പര്യങ്ങൾ, കഴിവുകൾ പ്രകടിപ്പിക്കുമ്പോൾ, ആഗ്രഹങ്ങൾ പറയുമ്പോൾ പലപ്പോഴും അവർ അതിനെ പ്രോത്സാഹിപ്പിക്കുവാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. അവർക്ക് അതിൽ വളരുവാനായിട്ടുള്ള അവസരങ്ങൾ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. ഇന്നത്തെ സുവിശേഷം കേൾക്കുമ്പോൾ യേശു ഇതുതന്നെയാണ് ശിഷ്യരോട് ആവശ്യപ്പെടുന്നത്. അവർക്ക് കൃത്യമായിട്ടുള്ള ഒരു ലക്ഷ്യം അവരുടെ മുമ്പിലേക്ക് വയ്ക്കുക. ഭൂമിയുടെ ഉപ്പ്, ലോകത്തിൻ്റെ പ്രകാശം, ഇവ ആകുവാനായിട്ടാണ് യേശു തൻ്റെ ശിഷ്യന്മാരെ വിളിക്കുന്നത്. അവരുടെ തുടക്ക സമയത്ത് എത്രമാത്രം അത് മനസ്സിലാക്കി എന്നുള്ളത് ഒരു ചോദ്യമാണ്. പക്ഷേ അവരുടെ ജീവിതങ്ങൾ അവസാനിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും, ഇവർ പല മനുഷ്യർക്കും ഉപ്പും പ്രകാശവുമായിട്ട് മാറി. ഉപ്പും പ്രകാശവും ഇത് രണ്ടും വളരെ ശക്തമായിട്ടുള്ള അടയാളങ്ങളാണ്, പ്രതീകങ്ങളാണ്. ഉപ്പും പ്രകാശവും നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും നമുക്ക് ഒഴിച്ചുകൂടാനാകാത്ത സംഗതികളാണ്. ഇവിടെ ഒരു പഴയ കുട്ടികളുടെ കഥയുണ്ട്. ഒരു രാജാവ് തൻ്റെ പെൺമക്കളോട് ചോദിക്കുകയാണ്, അവർ എത്രമാത്രമാണ് തൻ്റെ പിതാവിനെ സ്നേഹിക്കുന്നത്. അപ്പോൾ മൂത്തവൾ പറയും, ഏറ്റവും വില കൂടിയത് സ്വർണമാണ്, ഈ സ്വർണത്തെ പോലെ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. രണ്ടാമത്തവൾ പറയും, വിലപിടിച്ച രത്നങ്ങളും വജ്രങ്ങളും അതുപോലെയുള്ള ആഭരണങ്ങൾ, അതിനേക്കാൾ ഉപരിയായിട്ട് ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. ഏറ്റവും ഇളയവൾ പറയും, നിന്നെ ഞാൻ ഉപ്പ് പോലെ സ്നേഹിക്കുന്നു. ഇത് കേട്ട രാജാവിന് അരിശം വരുന്നുണ്ട്. അയാൾ തിരുത്തുവാനായിട്ട് ആവശ്യപ്പെടുന്നു. പക്ഷേ ഈ മൂന്നാമത്തെ മകള് അത് തന്നെയാണ് വീണ്ടും പറയുന്നത്. അങ്ങനെ അവളെ നാട് കടത്തുന്നു. പക്ഷെ കുറച്ച് കഴിയുമ്പോൾ ഈ രാജാവിന് മനസ്സിലാകും, തൻ്റെ രാജ്യത്തെ ഉപ്പ് മുഴുവനും സ്വർണവും വജ്രങ്ങളുമായിട്ട് മാറി, എന്നാൽ ഭക്ഷണത്തിന് ഉപയോഗിക്കുവാനായിട്ട് ഉപ്പില്ല. അങ്ങനെ അവസാനം ഇയാൾക്ക് മനസ്സിലാവുകയാണ്, ഉപ്പാണ് പ്രധാനപ്പെട്ടത്. തീർച്ചയായിട്ടും ഉപ്പിന് വലിയ വിലയൊന്നുമില്ല, പക്ഷെ അതിൻ്റെ മഹത്വം പ്രധാനപ്പെട്ടതാണ്. ഉപ്പ് നമ്മുടെ ഭക്ഷണത്തിന് സ്വാദ് നൽകുന്നു. അതുപോലെ തന്നെ ചില കാര്യങ്ങളെ കേടുകൂടാതെ സൂക്ഷിക്കുവാനായിട്ട് നമ്മളെ സഹായിക്കുന്നു. അതുപോലെ തന്നെ പ്രകാശവും. നല്ല കാഴ്ചകൾ കൃത്യമായിട്ട് കാണണമെന്നുണ്ടെങ്കിൽ പ്രകാശം ആവശ്യമാണ്. എന്നാൽ കൂടുതൽ പ്രകാശം നമ്മുടെ കണ്ണുകളെ വേദനിപ്പിക്കും, അല്ലെങ്കിൽ നമുക്ക് അസ്വസ്ഥത ഉണ്ടാക്കും. അതുപോലെ തന്നെയാണ് ഉപ്പും. കൂടുതൽ ഉപ്പ് ആയിക്കഴിഞ്ഞാൽ എത്ര വിലപിടിച്ച ഭക്ഷണമാണെങ്കിലും നമുക്ക് കഴിക്കുവാൻ പറ്റില്ല. അതെ, കൃത്യമായിട്ടുള്ള അനുപാതം, അളവാണ് എല്ലാത്തിനും പ്രധാനം. അതാണ് എല്ലാത്തിനും സൗന്ദര്യവും ഭംഗിയും ആകർഷണവും ഒക്കെ നൽകുന്നത്. പ്രകൃതിയിലേക്ക് നോക്കിയാൽ മതി, ഒരു സുന്ദരമായിട്ടുള്ള പുഷ്പം, അതിൻ്റെ അളവ്, അനുപാതം, അതിലാണ് അതിൻ്റെ സൗന്ദര്യം. വിർച്യു സ്റ്റാൻഡ്സ് ഇൻ ദ മിഡിൽ. നന്മ അതിൻ്റെ മധ്യത്തിലാണ് എന്ന് നമുക്കറിയാം. അങ്ങനെയാണ് ചിന്തകനായിട്ടുള്ള അരിസ്റ്റോട്ടിൽ പറയുന്നത്. അതുവഴി അദ്ദേഹം പറയാൻ ഉദ്ദേശിക്കുന്നത്, നമ്മുടെ ജീവിതത്തിൽ കാര്യങ്ങളെ അതിൻ്റെ കൃത്യമായിട്ടുള്ള അനുപാതത്തിൽ, കൃത്യമായിട്ടുള്ള വിവേകത്തിൽ നമ്മൾ ചെയ്യണമെന്നുള്ളതാണ്. എന്ത് കാര്യവും കൂടുതലായാൽ അതിൻ്റെ ഭംഗിയും നന്മയും ഒക്കെ നഷ്ടപ്പെടും. അത് ആത്മീയതയിലും അങ്ങനെ തന്നെയാണ്. ആത്മീയത നല്ലതാണ്, പക്ഷേ എക്സ്ട്രീമായിട്ടുള്ള ആത്മീയമായിട്ടുള്ള നിലപാടുകൾ അത് മനുഷ്യനെ പലപ്പോഴും തെറ്റിലേക്ക് കൊണ്ടുവന്ന് ചാടിക്കാറുണ്ട്. പല മതങ്ങളും വിശ്വാസങ്ങളും ഇപ്രകാരം
ഈ എക്സ്ട്രീമായിട്ടുള്ള കാര്യങ്ങൾ പഠിപ്പിക്കുന്നത് വഴി ലോകത്ത് സംഭവിക്കുന്ന തീവ്രവാദങ്ങൾ, അങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ നമ്മൾ കാണുന്നുണ്ട്, മനസ്സിലാക്കുന്നുണ്ട്. സ്നേഹമുള്ളവരെ, പരസ്പരം വേദനിപ്പിക്കുവാനല്ല, എന്നാൽ പരസ്പരം സുഖപ്പെടുത്തുവാനായിട്ടാണ് നമ്മൾ വിളിക്കപ്പെട്ടിരിക്കുന്നത്. കാഴ്ചകളെ ഇല്ലാതെയാക്കുവാനല്ല, മറിച്ച് കാഴ്ചയില്ലാത്തവർക്ക്, കാഴ്ച മങ്ങിയവർക്ക് വെളിച്ചം ആകുവാൻ, വഴികാട്ടിയാകുവാനായിട്ടാണ്. സ്നേഹമുള്ളവരെ, നമ്മുടെ ലക്ഷ്യങ്ങൾ നമ്മൾ അനുഗമിക്കുമ്പോൾ അവിടെ വിശ്വാസത്തിൻ്റെ ഈ ഉപ്പും പ്രകാശവുമൊക്കെ ചേർത്ത് സുന്ദരമായിട്ട് അവയെ ജീവിക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. നമ്മുടെ ചുറ്റുമുള്ള മനുഷ്യർക്ക് പ്രകാശമാകുവാൻ, അവരുടെ ജീവിതത്തിൽ താങ്ങും തണലുമാകുവാനായിട്ട് നമുക്കും സാധിക്കട്ടെ. അങ്ങനെ യേശു തൻ്റെ ശിഷ്യന്മാർക്ക് നൽകിയ വിളി പിൻചെല്ലുവാനായിട്ട് നമുക്കും സാധിക്കട്ടെ. അതിന് ദൈവം നമ്മെ എല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ.